ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഗ്യ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദിവസത്തിലെ തുടക്കം അത് രാവിലെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കട്ടെ ഞാൻ. അപ്പോൾ രാവിലെ കട എണീച്ച് വന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഇന്ന് പത്തിരിയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറിക്കുള്ള കടല കുക്കറിലിട്ടു. പിന്നെ അടുപ്പത്ത് ചായ വെച്ചു. ഇപ്പോൾ അടുപ്പ് നമ്മൾ നല്ല വൃത്തിയിൽ തുടച്ചിട്ടാട്ടോ പരിപാടിയൊക്കെ ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ ചായയൊക്കെ വെച്ചു. ഇനി നമുക്കിത് പത്തിരിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം പൊടി അളന്ന് വെച്ചു. ശേഷമാണ് വെള്ളം, നല്ല വെള്ളം കറക്റ്റായി കിട്ടുള്ളൂ. ഓരോ പൊടിക്കും ഓരോ പോലെയാണ് കേട്ടോ. നമ്മൾ വാങ്ങണ പൊടിയും പൊടിപ്പിച്ച പൊടിയും നല്ല വ്യത്യാസമുണ്ട്. അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പത്തിരിക്കും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സ്, അത് മുസ്ലിം ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കുന്ന പത്തിരി എന്ന് പറഞ്ഞാൽ വേറൊരു പോലെയാണ്, പേപ്പർ പത്തിരി പോലെ. നമുക്കത് അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും പത്തിരി തന്നെയാണ്, അത്ര തന്നെയുള്ളൂ. അപ്പോൾ അത് വെള്ളം ഒഴിച്ചു, കുറച്ച് എണ്ണ കേട്ട് അതിൽ പൊടിയിട്ട് നന്നായിട്ട് വാട്ടി എടുത്തു. പിന്നെ കുറച്ച് നേരം അടച്ച് വെച്ചു. ശേഷം ഈ പാത്രത്തിലേക്ക് നന്നാക്കി പിന്നെ നമുക്കത് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ തിരുമ്മി നന്നാക്കി കുഴച്ചെടുക്കണം. കയ്യിൽ കുറച്ച് പൊടിക്കുമ്പോൾ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. എനിക്ക് സൗണ്ടൊക്കെ പോയിട്ടോ, പനിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഉരുളകളാക്കി പിന്നെ പ്രസ്സിലിട്ട് അമർത്താം. ഇത് ഞാൻ തന്നെയല്ല ഇട്ടെടുക്കണത്, അനിയത്തിയുണ്ട്, ഓളാണ് ആദ്യം അത് വാട്ടിയതൊക്കെ. പിന്നെ കുഴക്കാനും ഇതിനൊക്കെ പിന്നെ ഞാൻ കൂടിയിട്ടുള്ളൂ. ഇതെന്താ അറിയോ, രണ്ടാൾ വേണം. ഒരുപാട് ആൾക്കാരാണ്. ഞാനും നമ്മളെ ചെറിയൊരു കൂട്ടുകുടുംബമാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി എത്താൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇന്ന് ഞങ്ങൾ അംഗനവാടിത്തെ ഇഫ്താർ മീറ്റിംഗ് കേട്ടോ, ഇഫ്താർ മീറ്റിംഗ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിൻ്റെ സംഭാവനയായിട്ട് ഞാൻ പത്തിരി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എടുത്തിട്ട് കുറച്ച് കാലമായി. ഇതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് വേണ്ട വീഡിയോൻ്റെ ഫോണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ട്. ഇതൊക്കെ തന്നെ ഒഴിവാക്കാൻ വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇത് ഒരുപാട് എഫർട്ട് എടുത്ത വീഡിയോ അല്ലേ. കടി ഉണ്ടാക്കണത് നമുക്ക് പതിവ് തന്നെയാണ്. എന്ന് രാവിലെ ഒന്ന് ഓരോ പലഹാരങ്ങൾ വേണം. അപ്പോൾ ഇതങ്ങനെ എടുത്ത് വെച്ച പിന്നെ എനിക്ക് തോന്നി ഒന്നുകൂടി അപ്ലോഡ് ആക്കിയിട്ട് ഇത് കളയാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കണ്ടില്ലേ, ആക്കി വെച്ച് ശേഷം നമ്മൾ പൊടി തട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ഓളവിടെ ചൂടുന്നുണ്ട് കേട്ടോ പുറത്ത്. പത്തിരിക്കൊക്കെ ഒരിക്കലും ഗ്യാസ് ഉപയോഗിക്കുന്നവരുണ്ട്. നമുക്കൊരു ചെറിയ ചട്ടി ആയതുകൊണ്ട് ഓരോന്നും ചൂടുന്നെങ്കിൽ ഗ്യാസിൻ്റെ പണി തീരും. അപ്പോൾ അവിടെ ആ പണി ഇവിടെ ഈ പണി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇത്ര സ്മൂത്തായിട്ട് പോകണമെന്നുകൊണ്ട് അറിയോ, ചെക്കൻ എണീച്ചിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ്. ചെക്കൻ എണീച്ചാൽ കാണാൻ പോരാ. പിന്നെ ഒക്കെ തോനെയും കൊണ്ട് ഇരിക്കുന്നത് പറഞ്ഞ പാടെ എൻ്റെ കുട്ടി എണീച്ചു കണ്ടല്ലോ. പിന്നെ ഞാൻ ഓരോ 5 മിനിറ്റ് കൊഞ്ചിച്ചും തന്നിച്ചും നേരം കളഞ്ഞു കേട്ടോ. ഇവനങ്ങനെയാണ്, എണീച്ചിട്ട് അവിടെ എണീച്ച് വരും. അവിടെ നിന്ന് കാര്യം ചില സന്ദർഭത്തിനനുസരിച്ച് സന്ദർഭയോജിതമായിട്ട് പറയുകയാണെങ്കിൽ ചില സമയങ്ങളിലും കരയും, ചില സമയങ്ങളിൽ കരയില്ല. ഒന്നും കരയാതെ അടുക്കളയ്ക്ക് എണീച്ച് വന്നു. ഞാൻ പൊക്കത്തെടുത്താണ്ട് ഇങ്ങനെ കുറച്ച് കൊഞ്ചിച്ചിട്ടോ. അപ്പോൾ കണ്ടാൽ നമ്മൾ ഇത്രയും നേരം ഉണ്ടാക്കി പത്തിരിയാണിത്. കഴിഞ്ഞിട്ടില്ല, നമ്മൾ തുടങ്ങണം ഇനിയും. നമുക്കത് വീട്ടുകാർക്കുള്ളതും വേണം, അംഗനവാടിക്ക് കൊണ്ടുപോകാനും കൂടി വേണമല്ലോ. അത് കണ്ടിട്ട് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തത് കേട്ടോ. അത് കുറച്ച് ഒരു പൊടിക്ക് കൂടി പോയിരുന്നു. പിന്നെ എൻ്റെ ചുടലെന്ന് പറഞ്ഞാൽ ഇവനും കൊണ്ടായിട്ടോ. പിന്നെ അതിന് കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് കാണിച്ചു തരട്ടെ. അടുപ്പിൻ്റെ കോലം നോക്കട്ടെ നിങ്ങൾ. അടുപ്പിൻ്റെ കോലം എന്ന് പറഞ്ഞാൽ നമ്മൾ എണീച്ച് വന്ന പാടെ തുടച്ച് ചായക്ക് വെള്ളം വെച്ച ആ അടുപ്പും ഈ ഒരു 10 ചുട്ടിട്ടുണ്ടാവും, 100 പത്തിരി എന്താ ചുട്ടിട്ടുണ്ടാവും. ഈ ഇത്രയും ചപ്പാത്തി തന്നെ വായിൽ വരുന്നത് പത്തിരി ചുട്ടപ്പോൾ നമ്മളെ അടുപ്പിൻ്റെ ഒരു അവസ്ഥ നോക്കി. എന്തായാലും ലുക്ക് കാണാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.